2008 പുറത്തിറക്കിയ ജേർണി ടു ദി സെന്റർ ഓഫ് ദി എർത്ത് എന്ന മൂവിയുടെ പാർട്ട് 2 എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. ഓൾറെഡി ചാനലിൽ പാർട്ട് 1 എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉറപ്പായും പാർട്ട് 1 എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. പാർട്ട് 1 വീഡിയോ കാണാനായി മുകളിൽ കാണുന്ന ഐക്കാർഡിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കാണാവുന്നതാണ്. മാക്സ് അവസാനമായിട്ട് എഴുതിയ ഒരു ഡയറി അവർക്ക് കിട്ടുന്നു. അതിൽ ഷോണിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. തൻ്റെ അച്ഛൻ മരിച്ചെന്നും അവസാനത്തെ വാക്കാണ് ഈ ഡയറി എന്നും ഷോണിന് മനസ്സിലാകുന്നു. അങ്ങനെ അവർ ഒരുപാട് വിഷമത്തോടെ സമയങ്ങൾ പങ്കുവെച്ച് തിരിച്ചു പോവുകയാണ്. അങ്ങനെ അവർ തിരിച്ചു പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഇവിടെ ഒരുപാട് ചൂട് കൂടി തുടങ്ങുമെന്ന് അവർ പറയുന്നു. ഷോൺ നോക്കുമ്പോൾ 95 ഡിഗ്രിയാണ് അവിടുത്തെ ചൂട്. എന്നാൽ നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ 85 ഡിഗ്രി ആയിരുന്നുവെന്ന് ട്രെവർ പറയുന്നു. എന്നിട്ട് ഒരു ചങ്ങാടമുണ്ടാക്കി ഇവിടെ നിന്നും അക്കരയ്ക്ക് തുഴഞ്ഞു പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നു. ചൂട് 100 ഡിഗ്രി ആവുകയാണ്. അങ്ങനെ അവർ ചങ്ങാടത്തിന്റെ പണികൾ ആരംഭിക്കുന്നു. നമ്മൾ ആ ദിശയിലേക്കാണ് പോകണമെന്ന് ട്രെവർ ഷോണിനോട് പറയുന്നു. ഇടയ്ക്ക് വെച്ച് ഒരു കോമ്പസ് ഷോണിന് അവൻ കൊടുക്കുന്നു. ഇത് നിന്റെ അച്ഛന്റെ ആയിരുന്നുവെന്നും ഇനി മുതൽ ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ചങ്ങാടത്തിന്റെ 80% പണിയും അവിടെ പൂർത്തീകരിക്കുന്നു. ചങ്ങാടം കാറ്റിന്റെ ദിശയിലേക്ക് പോകാൻ അവർ വലിയ പാരച്യൂട്ട് മുകളിലേക്ക് പറത്തുന്നു. അവസാനം ചങ്ങാടം വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. അവർ 3 പേരും അവിടെ നിന്ന് വിട പറഞ്ഞു പോകുന്നു. അപ്പോഴേക്കും ഒരു ഗ്ലോയിങ് പക്ഷി അവരുടെ അടുത്തേക്ക് വരുന്നു. ചൂട് നോക്കുമ്പോൾ 150 ഡിഗ്രി ആവുകയാണ്. അങ്ങനെ അവർ കുറെ നേരത്തിനു ശേഷം കടലിന്റെ ഒത്ത നടുക്ക് എത്തുന്നു. അവിടെ കനത്ത മഴയും വലിയ ഇടിവെട്ടലും ഉണ്ടാവുകയാണ്. ഹന്ന വെള്ളത്തിൽ നോക്കുമ്പോൾ എന്തോ ഒരു സാധനം അനങ്ങുന്നത് കാണുന്നു. പെട്ടെന്ന് ഒരു മീൻ ഷോണിന്റെ നേരെ ആക്രമിക്കാൻ വരുന്നു. ആ വെള്ളത്തിൽ മനുഷ്യരെ ആക്രമിക്കുന്ന വലിയ കൂർത്ത പല്ലുകളുള്ള മീനുകൾ ഉണ്ടായിരുന്നു. അവർ 3 പേരും ചേർന്ന് അതിനെ ആക്രമിക്കുന്നു. ഈ സമയത്ത് ഷോണിന്റെ അമ്മ ഫോണിൽ വിളിക്കുകയാണ്. പക്ഷേ സിഗ്നൽ കുറവായതുകൊണ്ട് അവന്റെ അമ്മ പറഞ്ഞതൊന്നും അവൻ കേൾക്കാനിടയായില്ല. ഇവിടെ ഒരു മീൻ ചങ്ങാടത്തിലേക്ക് വന്ന് വീഴുകയാണ്. ഇത് കാണാതെ ഹന്ന പിന്നിലോട്ട് വരുന്നു. എന്നാൽ അവളെ ബാക്ക് കണ്ട് മീന് വായും പൊളിച്ച് കൊതിയോടെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ട്രെവർ ആ മീനിനെ പിടികൂടുന്നു. കഷ്ടകാലത്തിന് ഷോണിന്റെ ഫോൺ ഒരു മീൻ ചാടി പിടിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെയിരിക്കെ വെള്ളത്തിൽ നിന്നും വലിയ വാട്ടർ ഹോഴ്സ് വന്ന് ആ മീനുകളെ പിടികൂടുന്നു. ഒരുപാട് വാട്ടർ ഹോഴ്സ് അവിടേക്ക് വരികയും ഇത് അവർക്ക് രക്ഷയാവുകയും ചെയ്യുന്നു. ശേഷം അവർ പാരച്യൂട്ടിന്റെ ദിശ മാറ്റുന്ന സമയത്ത് കയർ വരിഞ്ഞ് ഹന്നയുടെ കൈ കീറി അവൾ താഴേക്ക് വീഴുന്നു. എന്നാൽ കയർ 2 സൈഡ് പൊട്ടുകയും അതിനെ നിലനിർത്താൻ വേണ്ടി ഷോൺ കയറിൽ പിടിക്കുമ്പോൾ അത് അവനെയും കൊണ്ട് പറന്നുവരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഹന്നയ്ക്കും ട്രെവറിനും നോക്കി നിൽക്കേണ്ടി വരുന്നു. പിന്നീട് കാണിക്കുന്നത് ബോധമുണരുന്ന ഷോണിനെയാണ്. അവനിക്ക് അവിടെ കൂട്ടായി മറ്റേ ഗ്ലോയിങ് പക്ഷി വരികയാണ്. എന്നിട്ട് അവനിക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. ഇവിടെ ഹന്നയും ട്രെവറും നോർത്ത് സൈഡിന്റെ കരയിൽ വന്നു ചേർന്നിട്ട് അവനെ തിരക്കുകയാണ്. ഷോൺ കോമ്പസ് നോക്കുമ്പോൾ അവൻ സൗത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ നോർത്തിലെ റിവറിലേക്ക് പോകാൻ അവൻ അങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെ അവർ 2 പേർ വിശ്രമിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ ജീവനുള്ള മനുഷ്യരെ ആക്രമിക്കുന്ന ചെടികൾ അവർക്ക് നേരെ വരുന്നു. അത് ഹന്നയെ വേര് കൊണ്ട് കഴുത്തിനെ ചുറ്റുന്നു. ട്രെവർ കുറെ എണ്ണത്തിനെ കൊല്ലുകയും അവസാനത്തെ ചെടിയെ വേരോടെ പിടിതെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹന്ന രക്ഷപ്പെടുകയാണ്. ഇവിടെ ഷോൺ നടന്നു വരുമ്പോൾ ഒരു പാറ കഷ്ണം താഴേക്ക് പോവുകയും അത് മുകളിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. ഇത് കാണുമ്പോൾ ഇതൊരു മാഗ്നറ്റിക് റോക്സ് ആണെന്ന് അവനിക്ക് മനസ്സിലാകുന്നു. മുമ്പിൽ അവനിക്ക് ഒരു 1 ടാസ്ക് കിടക്കുകയാണ്. പലയിടങ്ങളിലായി പാറ കഷ്ണം മാറിക്കിടക്കുന്നു. അത് മറികടന്ന് വേണം അവനിക്ക് അപ്പുറത്തേക്ക് എത്താൻ. അങ്ങനെ മരണത്തോടടുത്ത് അവൻ അവസാനം അപ്പുറത്തേക്ക് എത്തുന്നു. ഒപ്പം മറ്റേ ഗ്ലോയിങ് പക്ഷിയും അടുത്തുണ്ട്. ഇവിടെ അവർ ആദ്യം വന്നു ചേർന്ന കേവിന് സമീപത്ത് എത്തുകയാണ്. എന്നിട്ട് ഷോണിനെ അവിടെയെല്ലാം വിളിക്കുകയാണ്. അവസാനം ഷോൺ ഒരു വലിയ മരുഭൂമി പോലത്തെ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു. അവിടെ ഡൈനോസറുകളുടെ തലയോട്ടികൾ കിടക്കുന്നത് കണ്ട് അവൻ കൂടുതൽ പേടിക്കുന്നു. അപ്പോഴേക്കും ഡൈനോസറിന്റെ അലർച്ച അവിടെ കേൾക്കുന്നു. പെട്ടെന്ന് അവൻ ഓടി ഒരു മതിലിന് സമീപത്ത് ഒളിക്കുന്നു. എന്നാൽ ഇവിടെ ഞാൻ ഷോണിനെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയുകയും നീ റിവറിനടുത്ത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് 2 പേരും 2 വഴിക്ക് പോകുന്നു. ഈ നേരത്തെ ഷോൺ മുകളിലേക്ക് നോക്കുമ്പോൾ ആ കൊലയാളി മുകളിൽ നിന്നും അവനെ നോക്കുന്നുണ്ടായിരുന്നു. ശേഷം അത് അവനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അവനോടി ഒരു വലിയ മൺപുട്ടിനകത്തേക്ക് കയറുന്നു. അവന്റെ നിലവിളി പിന്നിൽ നിന്നിരുന്ന ട്രെവർ കേൾക്കാനിടയാകുന്നു. അങ്ങനെ അവൻ ഒരു വലിയ കമ്പ് കൊണ്ട് മൺപുറ്റിനെ പൊട്ടിച്ച് അവനെ പുറത്തേക്കെടുക്കുന്നു. അപ്പോഴേക്കും അതിനെ മുഴുവനായി ഇടിച്ചു തകർത്ത് ഡൈനോസർ അവർക്ക് നേരെ ചാടുകയാണ്. അവർ ഓടുകയും ഷോണിനെ ആദ്യം സേഫാക്കി ഡൈനോസറുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഡൈനോസറിന്റെ വെയിറ്റ് കാരണം തറ അവിടെ പൊട്ടുകയാണ്. ഈ ഒരു സമയം കൊണ്ട് ട്രെവർ ചാടുന്നു. പിന്നെ കാണുന്നത് അവിടെ തറ മുഴുവനും പൊട്ടി ആ കൊലയാളി താഴേക്ക് പോകുന്നതാണ്. ട്രെവർ 1 ഇഞ്ച് മാറി അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ്. ശേഷം അവർ ആ കേവിനകത്തേക്ക് കയറുന്നു. അവിടെ ഹന്ന ഡൈനോസറിന്റെ തലയോട്ടിയിൽ കയറി തുഴഞ്ഞു വരികയാണ്. എന്നിട്ട് അവർ 3 പേരും പോകുന്ന വഴിക്ക് മുമ്പിലത്തെ വെള്ളം വറ്റാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ ഒരു ഒറ്റ ഇറക്കത്തിൽ കൂടെ താഴേക്ക് പോയി ഇടുങ്ങിയ സ്ഥലത്ത് ലോക്കായി നിൽക്കുന്നു. താഴെ നിന്നും വോൾക്കാനോ തിളച്ചു വരികയാണ്.
അവർ വന്ന സമയം വെള്ളമായിരുന്നെങ്കിലും ഇപ്പോൾ അത് ചൂട് കാരണം വെള്ളമൊക്കെ വറ്റി വോൾക്കാനോ പൊട്ടിത്തെറിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇവിടുത്തെ വെള്ളം ഇപ്പോൾ വറ്റിയതേ ഉള്ളൂ എന്നും ഈ പാറ സൈഡ് പൊട്ടിച്ചാൽ അതിൽ നിന്നും വെള്ളം വന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകാമെന്ന് ട്രെവർ പറഞ്ഞിട്ട് ഫ്ലെയർ തീ ചോദിക്കുകയാണ്. അവരുടെ കയ്യിൽ ആകെ 3 ഫ്ലെയർ ആണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേത് ശ്രമിക്കുമ്പോൾ അത് അണഞ്ഞു പോകുന്നു. ശേഷം രണ്ടാമത്തേത് ശ്രമിക്കുമ്പോഴും അതും അവിടെ അണയുകയാണ്. ഇനിയുള്ളത് അവസാനത്തേത്. പക്ഷേ ഇതവൻ കയറ് കെട്ടി കുറച്ചുകൂടെ താഴേക്ക് പോയി നോക്കിയെങ്കിലും സെയിം അവസ്ഥ ആയിരുന്നു അവിടെയും. എന്നാൽ രണ്ടും കൽപ്പിച്ച് എതിർഭാഗത്തേക്ക് അവൻ അതെടുത്ത് എറിയുകയാണ്. അത് വന്ന് കറക്റ്റ് കൊള്ളുകയും എന്നാൽ അത് അണയുകയും ചെയ്യുന്നു. മൂഞ്ചലവസ്ഥ എന്ന് പറഞ്ഞ് അവർ അങ്ങനെ നോക്കുമ്പോൾ അവിടെ പതുക്കെ പതുക്കെ തീ കത്താൻ തുടങ്ങുന്നു. ശേഷം അവിടം പൊട്ടി വെള്ളം മുഴുവൻ താഴേക്ക് പോകുന്നു. ഈ സമയം കൊണ്ട് അവൻ മുകളിലേക്ക് കയറുകയാണ്. എന്നിട്ട് എല്ലാവരും മുറുകെ പിടിച്ചു കിടക്കുന്നു. ആ വെള്ളത്തിന്റെ ഫോഴ്സിൽ അത് അവരെയും കൊണ്ട് മുകളിലേക്ക് പോകുന്നു. പിന്നെ അവർ കാണുന്നത് ആകാശമാണ്. അവർ ഒരു നിമിഷത്തേക്ക് സന്തോഷത്തോടെ ചിരിക്കുന്നു. പിന്നെ ആ ചിരി കറക്കുകയാണ്. അവർ റിട്ടേൺ താഴേക്ക് തിരിച്ചു പോകുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് അവർ കുറച്ച് മാറിയാണ് വീഴുന്നത്. അവർ വന്ന് വീണത് തൊട്ടടുത്തുള്ള ഒരു മുന്തിരിത്തോട്ടത്തിലായിരുന്നു. മുന്തിരിത്തോട്ടം ആകെ നാശമാവുകയാണ്. ഇത് കണ്ട് സഹിക്കാനാവാതെ അതിന്റെ ഓണർ വരികയാണ്. എന്നിട്ട് അവരോട് എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തതെന്നും ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തെന്നും പറഞ്ഞ് കരയുന്നു. അപ്പോഴേക്കും ഷോൺ ഒരു വലിയ ഡയമണ്ട് എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഇത് കണ്ടതോടെ അതിനെ ഒരു നോട്ടം നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു 20 പ്രാവശ്യം കൂടെ കാണിച്ചോ എന്നും ഈ ഡയമണ്ട് കൊണ്ട് ഞാനൊരു 30 മുന്തിരിത്തോട്ടമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചിരിക്കുന്നു. അങ്ങനെ ട്രെവറും ഹന്നയും ഒരുമിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ട്രെവറിന്റെ ലാബിനെയാണ്. ഒരു നാൾ തന്നെ കുറ്റം പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഇന്ന് അവനെ സാറേ എന്ന് വിളിക്കുകയും വലിയ അഭിമാനത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ 3 പേരും വീണ്ടും ഒരു ട്രിപ്പ് പോകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഈ ട്രിപ്പ് ഒരു സാധാരണ ട്രിപ്പല്ല. അറ്റ്ലാന്റിസ് എന്ന സ്ഥലത്തെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഒരു ബുക്ക് എടുത്ത് ഷോണിന് കൊടുക്കുന്നു. എന്നിട്ട് അവിടേക്ക് പോകാനുള്ള യാത്ര അവർ ആരംഭിക്കുകയാണ്. ഷോണിന്റെ ബാഗിൽ നിന്നും മറ്റേ ഗ്ലോയിങ് പക്ഷി പറന്നു വരുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.